എന്തൊക്കെയുണ്ട് ചേട്ടൻ പരിപാടി? കാർ എടുത്തൂലേ? കാറൊക്കെ എടുത്ത് ചെറുതൊരെണ്ണം. എന്താ റോള്? എല്ലാം ഫാർമ ഫീൽഡിന്റെ. എന്താ നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞാ? ഞാൻ ജസ്റ്റ് പഠിത്തം കഴിഞ്ഞു. ചേട്ടൻ വല്ല ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. ഞങ്ങളുടെ ഫീൽഡിലേക്ക് വരാൻ താല്പര്യം നമുക്ക്. സാലറി ഒക്കെ കിട്ടും. സാലറിക്ക് ഉണ്ടോ? അത്യാവശ്യം സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതെ അല്ലേ? ഒന്ന് സെറ്റ് ചെയ്യട്ടാ. ഞാൻ വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ട്. നോക്കിട്ട് പറയട്ടാ. അങ്ങനെയൊന്നുമില്ല. ശരി ശരി, ഒന്ന് മാറിയടാ. അല്ല ഒന്ന് വെട്ടിയടാ. നീ എന്തിട്ടാ ചക്കര കേട്ടണ്ടേ? എനിക്ക് ജോലി കിട്ടിയത് അറിഞ്ഞില്ലേ? എന്തൊക്കെ ജോലി? എനിക്ക് ഫാർമയിൽ കിട്ടി, മെഡിക്കൽ റെപ്പായിട്ട്. അതിന് അവന്റെ പകുതി ശ്രീകുട്ടാണെന്ന് അറിയില്ലേ? ആള് സെറ്റ് ചെയ്ത് തന്നത്. ആള് കാറൊക്കെ വാങ്ങിച്ചു. അതിനാ ചക്കര പകുതി വിട്ടിരുന്നൊക്കെ നീ ഒന്ന് എടുക്കടാ. എന്നോട് മാനേജർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. मेरे लाइफ के प्लान के हिसाब से मैंने वो सब अचीव कर लिया है जो मुझे करना था। बाहर से सब कुछ परफेक्ट है, लेकिन अंदर कुछ अटक रहा है। क्या है वो 0.1% जो मिसिंग रह जाता है? Kiran, this is not acceptable here. Because the situation is so much of the things are going very very bad here. I am not able to help you. This is not the way you have to prepare well. How many times I have told you? Data wise you can check now. How many months we are getting declined and declined. And lastly what happened that the people are going and without knowing the reason. And I am not able to keep with you here. Am I making sense or not? Yes sir. वो गालिब साहब की शायरी सुनी है तुमने? हजारों ख्वाहिशें ऐसी कि हर ख्वाहिश पे दम निकले। बहुत निकले मेरे अरमान, लेकिन फिर भी कम निकले। ജോലിക്ക് കയറിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് 2014 തൊട്ട് ഞാൻ ആലോചിച്ച് തുടങ്ങിയത് ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ലാണ്. പിന്നെ എന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ 11 വർഷമായി ഇപ്പോൾ. അതും കഴിഞ്ഞു പോയി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. കുറച്ച് നാൾ എനിക്ക് റെസ്റ്റ് എടുക്കണം. കുറേ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയതാണ്. ഇനി എന്തെങ്കിലും ചായക്കടയൊക്കെ തുടങ്ങാം. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യാം? ശരിടാ.